പക്ഷേ ഇന്ത്യയിൽ പോലീസ് സ്വർണം പിടിക്കുന്ന ഒരേ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് കരിപ്പൂർ എയർപോർട്ടാണ്. അതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക അജണ്ടയോ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശങ്ങളോ ഉള്ളതായി തോന്നുന്നുണ്ട്? അല്ല, അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റംസ് ആക്ട് ഉണ്ട് 1962. ഈ കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ തരത്തിലുള്ള ഈ സ്വർണം പിടിക്കേണ്ടതും അതിൻ്റെ നിയമ നടപടികൾ എടുക്കേണ്ടതും. പോലീസ് പിടിക്കുമ്പോഴുള്ള പ്രശ്നം ഈ ഒരു സ്വർണത്തിൻ്റെ സീഷർ ആകുമ്പോൾ തന്നെ ഈ നിയമ നടപടികൾ അവസാനിക്കും. ഇപ്പോൾ നിങ്ങൾ സ്വർണം കൊണ്ടുവരുന്നു, സ്വർണം പോലീസ് പിടിക്കുന്നത് 1 to CRPC, ഇത് പിടിച്ച് കോടതി കൊടുക്കുന്നു, കോടതി ഇത് കസ്റ്റംസ് കൊണ്ടുപോകുന്നു. ഈ പിടിക്കുന്ന ഒരാൾ മാത്രം എന്ത് ചെയ്യും, ഇത് തീരും. പിന്നെ അതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആർക്കും അധികാരമില്ല, പോലീസിന് അധികാരം. പക്ഷേ കസ്റ്റംസ് ആണെങ്കിലോ ഇപ്പോൾ 1 കിലോ കൂടുതൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ അവരെ റിമാൻഡ് ചെയ്യാം. അതിൽ തന്നെ ഈ കൂടുതലും ഇത്തരത്തിൽ കസ്റ്റംസിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് പോലീസ് പിടിക്കുന്നതെന്ന് പറയുന്നത് സുജിത് ദാസിന്റെ സമയത്താണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് നടന്നിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. 99%, 99.9% ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ ശശിസാർ വന്നു, അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് 1-2 കേസുകൾ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അതിനുമുമ്പ് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് തിരുവനന്തപുരത്ത് ഒരു എയർപോർട്ടുണ്ട്, അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷൻ എന്ന് പറയുന്നത് DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. എറണാകുളം അവിടെ DIG ഉണ്ട്, കണ്ണൂരുണ്ട്, ഇവിടെയൊക്കെ എയർപോർട്ടുകളുണ്ട്. അവിടെയൊക്കെ സ്വർണം വരുന്നുണ്ട്, കസ്റ്റംസ് പിടിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ. പക്ഷെ അവിടെ എന്തുകൊണ്ട് പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലേ, അതുകൊണ്ടുള്ള മറ്റൊരു പ്രശ്നം ആ ഒരു ഏരിയ കരിപ്പൂർ എന്ന് പറഞ്ഞ ഏരിയയെ സ്വർണ്ണക്കടത്തിന്റെ ഏരിയ ആയിട്ട് അങ്ങ് ലേബൽ ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അല്ല, അത് സ്വർണ്ണക്കടത്തിൻ്റെത് മാത്രമല്ല, അത് ഞാനത്തെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയും കൂടെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളെ ചാനൽ തന്നെ പലപ്പോഴും ഇത് ചെയ്തിട്ടുണ്ട്. കാരണം മലപ്പുറം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ക്രിമിനൽ ഹബ്ബാണ്. കാരണം അവിടെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സൗത്ത് ഇന്ത്യയിലെ ക്രൈം ക്യാപിറ്റലായിട്ട് മലപ്പുറം മാറി. പിന്നെ മാത്രമല്ല എന്ത് ചെയ്തു, ഈ സ്വർണ്ണം ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരു ഇത് ഹിന്ദുവിന് കൊടുത്ത് ഇതിൽ പറയുന്നില്ല, എന്താണ് ഈ പറയുന്ന കരിപ്പൂർ വഴി വരുന്ന സ്വർണ്ണം എന്തിനായിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി എന്നൊരു പ്രസ്താവന വന്നു. അത് ഭയങ്കര വിവാദമായതാണ്. അപ്പം കരിപ്പൂർ എന്ന് പറയുന്നത്, കരിപ്പൂരുള്ള ആൾക്കാർ അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ആരാണ്, ഈ സ്വർണം നടത്തുന്നവരാണ്. അവർ ഈ സ്വർണം കൊണ്ടുവന്നിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരുന്നവരാണെന്നുള്ളൊരു പരിപ്രേക്ഷ്യം ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്.